Good morning, madam. Good morning. I am Siddharth, National Investigation Officer. Please. Thank you. മാഡം, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പറയൂ. ഇവരിവിടെ നിന്ന് പാസ് ഔട്ടായ സ്റ്റുഡൻസാണ്. മാഡത്തിന് ഓർമ്മയുണ്ടോ? ഇത് ശ്യാമും സുധിയും അല്ലേ? എനിക്കിവരെ നന്നായിട്ട് അറിയാം. പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു ഇവർ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മാഡത്തിന് അറിയാമോ? ശ്യാമിൻ്റെ അച്ഛൻ മിലിറ്ററിയിലാ, അമ്മ ടീച്ചറും, ഒറ്റ മോനാ. പക്ഷെ സുധിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശ്യാം ആളെങ്ങനെയാ? പഠിക്കുന്ന കാലത്ത് വല്ല പ്രശ്നങ്ങളും മറ്റും? ഏയ്, അവൻ നല്ല പയ്യനാ. എന്താണ് സാർ കാര്യം? നോ 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 നോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. താങ്ക് യു മാഡം. DB3. മാഡം, ഇതാരാ ഉണ്ടാക്കിയത്? ശ്യാമാണോ? അല്ല, പിന്നെ മിട്ടു, സുധിയുടെ ബ്രദറാണവൻ. ഇന്നോവേറ്റീവായ പല കണ്ടുപിടുത്തങ്ങളും അവൻ നടത്തിയിട്ടുണ്ട്. സാർ, ഇത് വെറും ഒരു ഡെമോ മാത്രമാണ്. സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഇറ്റ്സ് ഓക്കെ. മിട്ടു. എന്റെ മകള് പ്രസവിച്ചിട്ട് 2 ദിവസമായി. എന്റെ കൊച്ചുമകളുടെ മുഖം കാണാനുള്ള ഭാഗ്യം പോലും എനിക്ക് ഉണ്ടായില്ല. എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നേ? എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോടൊക്കെ ചെയ്തത്? എന്താ നിന്റെ ഉദ്ദേശം? പറയാം. നീയൊക്കെ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തം. സാധാരണക്കാരന്റെ ജീവനും കുടുംബത്തിനും പുഴുത്ത പട്ടിയുടെ വില പോലും നൽകാതെ നീയൊക്കെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം കൊണ്ട് തകർന്ന കുടുംബങ്ങൾക്കൊക്കെയുമായിട്ട് അവരുടെ കണ്ണുനീർ നിനക്കൊന്നൊരു വേദനയല്ല. മാനാഭിമാനം നഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ നിനക്കൊന്നൊരു ബാധ്യതയുമല്ല. അതൊന്നും നിങ്ങളെപ്പോലുള്ള ചെറ്റകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി അതൊന്നും നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. വിട്ടു, ദാ വിളിക്കേ നിന്റെയൊക്കെ മുകളിലുള്ള കോപ്പന്മാര്. സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വില കൊണ്ട് നീയൊക്കെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഈ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുകയാണ്. ഒപ്പം നിന്റെയൊക്കെ ജീവൻ. ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം പൊട്ടിത്തെറിക്കുന്ന മഹാസൗധങ്ങൾ. പാവപ്പെട്ടവന്റെ മേലെ സ്വൈര്യം കെടുത്തുന്ന നിന്റെയൊക്കെ പണിയുണ്ടല്ലോ, അതിന് മേലെ വേണ്ട. കോടികൾ കൊണ്ട് നീയൊക്കെ വളരുമ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ വേദന നീയൊന്നും കാണുന്നില്ല. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനൊക്കെ ഞങ്ങളെ പോലുള്ളവർ തന്നെയാണോ ഉത്തരവാദികൾ? ഞങ്ങളെ പോലുള്ള ആളുകൾ നടത്തുന്ന വ്യവസായം കൊണ്ട് സർക്കാരിനാണ് പ്രയോജനം. തന്നെയുമല്ല, അതിന്റെ ഒരു പങ്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സാധാരണക്കാരന്റെ കുടുംബങ്ങളെ നശിപ്പിച്ച് നീയൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട. കോടികൾ ടാക്സ് കൊടുത്തിട്ട് തന്നെയാ ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്നത്. അത് തടയാൻ ആർക്കും ആവില്ല. നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടോ കൊന്നതുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടും? ആര് പറഞ്ഞു പ്രയോജനമില്ലെന്ന്? എനിക്ക് പണം വേണം. ഇല്ലെങ്കിൽ നീയൊക്കെ ഇവിടെ കിടന്ന് പുഴുത്ത് ചാവും. നിങ്ങൾക്ക് എത്ര പണം വേണം? തന്റെയൊക്കെ ഒരു ദിവസത്തെ ലാഭം മാത്രം 2 കോടി. തന്നില്ലെങ്കിൽ ഇന്നിവിടെ തീരും നിങ്ങൾ രണ്ടുപേരും. ഒരു ഈച്ച പോലും അറിയാതെ നീയൊക്കെ സ്പിരിറ്റ് ഒളിപ്പിക്കുന്ന നിന്റെ ഈ ഗോഡൌണിൽ നിന്നെയൊക്കെ തളയ്ക്കാൻ സാധിച്ചെങ്കിൽ കാശ് അതുണ്ടാക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആലോചിക്ക്. മണിമാളികയിലെ സുന്ദരിമാരായ ഭാര്യമാരോടൊപ്പമുള്ള ജീവിതം വേണോ, അതോ ഇവിടെ ചിന്തിച്ചിട്ട് കിടക്കണമെന്ന്? ഹലോ അശ്വനെ, മിട്ടുവിന് പോലീസ് ഉണ്ടായിരുന്നോ? മത്തു ബേബിയോ? ആ ശരി, ഞാനിപ്പോ വന്നേക്കാം.